ഹായ് ഓൾ, ഞാനൊരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി അത്ര ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ഒന്നും അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ വിസ ഫോർ കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അയർലൻഡിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 4 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു. 100K+ വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നു. കാരണം എനിക്ക് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നത് ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് എതിരാണ് പോസ്റ്റ് ചെയ്ത വീഡിയോ എന്നാണ്. എന്നെ ശരിക്കും പറയാൻ ഷോക്കിംഗ് ആക്കി കളഞ്ഞു. കാരണം ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷനും തെറ്റായിട്ടുള്ളതായിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ അതിൽ ഏജൻസിന്റെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കാര്യം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ അക്കൗണ്ടൊക്കെ അടിച്ചു പോകുന്ന കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഞാനൊരു ക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ റിവ്യൂവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3-4 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്നാണ് അറിഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോൾ റിവ്യൂ കഴിഞ്ഞിട്ടും ആക്ഷന് മാറ്റമൊന്നുമില്ല. അത് ഗൈഡ്ലൈൻസിനെതിരെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അക്കൗണ്ട് വരെ അടിച്ചു പോകാന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കാര്യം ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. റീസെന്റ് ഞാൻ ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഷെയർ ചെയ്ത ഇൻഫർമേഷൻ ആയിരുന്നു. പക്ഷെ ശരിക്കും 8ന്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം റീച്ചുള്ള ഒരു വീഡിയോ പെട്ടെന്ന് ഡിസപ്പിയർ ആകുമ്പോൾ നമുക്ക് നല്ല വിഷമം വരുമല്ലേ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ. റീസെന്റ് ആണ് ഞാൻ അറിഞ്ഞത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ബ്രാൻഡ് പേജ് തന്നെ കംപ്ലീറ്റ്ലി അടിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരിക്കലും പെർമനന്റ് അല്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടെക് ക്രിയേറ്റേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്താ ഒരു പരിഹാരം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. കാരണം ഞാൻ ടെക്കിൽ അത്ര വിദഗ്ധയായിട്ടുള്ള ഒരാളൊന്നും അല്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് മോഡിലാണ് കിടക്കുന്നത്. മോണിറ്റൈസേഷൻ ഒന്നും എനേബിൾ അല്ല. അതുപോലെ തന്നെ ഗിഫ്റ്റ്സോ അങ്ങനെ ഒന്നും എനേബിൾ അല്ല. ജസ്റ്റ് റീൽസ് ഇടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ റിവ്യൂ കഴിഞ്ഞതിന് ശേഷവും ആ ഒരു റെസ്ട്രിക്ഷൻ മാറത്തില്ല. May 4th വരെ കാണിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ അത് July 4th വരെ കിടക്കുന്നത്. എനിക്കറിയത്തില്ല നാളെ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാകോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ആരെങ്കിലും എന്നെ ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം ഒട്ടും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്പിരിച്വൽ കോണ്ടന്റ്സ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇത്ര പണി കിട്ടത്തില്ല. നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവയർനെസ് കിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ആ വീഡിയോ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്.